साहब, हाँ हमीद साहब कोल फर्नेस में आ गए हैं। अच्छा, आपको मशीन ऑन करने के लिए बोला। ठीक है। पूरा भवन का निजाम क्या करूं, ठीक है? भैया कहाँ है वो? मुझे देखना है। रोना मत, देवी तो बिल्कुल ठीक है। कहाँ है? इल्ल कुटी, അവനൊരു ബോർഡ് പോലും പറ്റിയിട്ടില്ല. ദേവി आपको कुछ हुआ तो नहीं? मुझे कुछ नहीं हुआ। तो ये खून അത് അമീർ का बोल। ഹമീദ് സാറിന്റെ വീട്ടിൽ അറിയിച്ചു. അവരിങ്ങോട്ട് എത്താൻ 2 ദിവസം എടുക്കും. ആ 2 ദിവസം നമുക്ക് ബോഡി നാട്ടിലെത്തിച്ചു. അതാ നല്ലത്. ബോഡിയുടെ കൂടെ രവി പോവില്ലേ? नहीं, आप में से कोई जाइए. ജോയിയും പ്രസാദും പോണ്ട്. ജോയി കോട്ടയത്താ, പോളിക്ക് നാട്ടിൽ പോണെന്ന് പറഞ്ഞിരിക്കുക. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടനെ തിരിക്കാനുള്ള ഏർപ്പാടാക്കണം. അതാ നല്ലത്. എത്രയും പെട്ടെന്ന് അമേരിക്ക നാട്ടിലെത്തട്ടെ. നമുക്ക് പോവാച്ചോ. सीता, बच्चे सो गए? 11 बजे तक इंतजार करते रहे. ലൈലാത്തെ മക്കളെ ആ വണ്ടി തന്നെ കയറ്റിവിട്ടു. അത്യാവശ്യ സാധനങ്ങളും പാക്ക് ചെയ്ത് കയറ്റിവിട്ടു. लैलता अब वापस आएंगी? ഉണ്ടാവില്ല. കമ്പനിയിലെ കാര്യങ്ങൾക്ക് അവിടുന്ന് ബന്ധുക്കൾ ആരെങ്കിലും വരും. കുട്ടികളുടെ ടിസിയും ബാക്കി സാധനങ്ങളും കൊണ്ടുപോകണ്ടേ. തോർത്തെടുക്കാൻ കുളിക്കണം. നീ കഴിച്ചില്ലേ? വരാതെ ഞാൻ കഴിക്കുമോ? എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചോ. സീത, നീ ഒന്നും കഴിച്ചില്ലല്ലേ? എനിക്കില്ല വിശപ്പ്. നീ വല്ലാതെ പേടിച്ചു പോയല്ലേ? ഓ, ഓർക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടു. പിന്നെ തീയും ചൂടും. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണ ഒഴിക്കാനൊക്കെ കഴിഞ്ഞു. ഞാൻ ആലോചിക്കായിരുന്നു, ലൈലാത്തക്കും മക്കൾക്കും പോകാനിടമുണ്ട്, അന്വേഷിക്കാൻ ആളുകളുണ്ട്. നമുക്കെന്തെങ്കിലും പറ്റിയ സീത, അതിന് നമുക്കൊന്നും പറ്റിയില്ലല്ലോ. ഈശ്വരൻ നമുക്കൊന്നും വരുത്തില്ല, ഒരു മൂക്ക് പോലും വേർപ്പിക്കില്ല. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഹോളി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോകുന്നു. നോക്ക്, നമ്മുടെ ആരും ഇല്ലാത്തവരൊന്നുമല്ല, എല്ലാവരും ഉണ്ട്. ഒരുപാട് ബന്ധങ്ങളുണ്ട്. അറ്റുപോയി, എന്നാലും ഒക്കെ ഒന്ന് കൂട്ടിക്കെട്ടണം, അല്ല ശരിയാവില്ല. എന്താ വിശ്വാസം വരണില്ലേ? ഹോളി കഴിഞ്ഞാലേ ലീവ് കിട്ടൂ. ഹോളി കഴിയട്ടെ. അമ്മേ, क्या हुआ? कुछ नहीं. ഞാനൊരു സ്വപ്നം കണ്ടു. അമ്മേ,
ഹലോ ഓ ആർക്കവാള് പോലെയാ കുമ്പ് പിന്നെ ഈ സാധനം ഇവിടെ എടുത്ത് കളഞ്ഞാലും ശരിയാവുള്ളൂ. ഹലോ ആ അതെ സുജയ ചത്തിട്ടില്ല. അതെന്നല്ലേ പറയണേ ചത്തിട്ടില്ലാന്ന്. അത് ഞാൻ എങ്ങനെ പറയാ? ഞാൻ കണിയാനൊന്നുമല്ല. ഹലോ ഹലോ ഇവനൊക്കെ എത്ത്. ആരോടാ നീ ഫോണിൽ കൂടെ അംഗം? മസ്കറ്റീന്ന് ഗീതമായുടെ നായര് മുത്തശ്ശി ഇന്ന് ചാകുമെന്ന്. അതെനിക്ക് എങ്ങനെ അറിയാം? ഈ സാധനത്തിന് കിടക്കി കിടന്ന ചൊറിയോ? അത് പോയി കിടക്കാൻ പറ മുത്തശ്ശ. വായി പൊളിച്ച് എന്ത് ശേല. പുലിയോ? മോനെ ഗംഗാര ഗംഗാര കഴിഞ്ഞോ? എന്ത് അമ്മായി ഇന്ന് രാവ് വെളുപ്പിക്കില്ലാന്ന് പണിക്കര് പറഞ്ഞല്ലേ സുനന്ദ പറയണേ? അതൊക്കെ ഈശ്വരൻ വിചാരിക്കുമ്പോ നടക്കട്ടെ. താൻ അകത്ത് പോയി നല്ല കിടക്കയിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ആവുമ്പോ വിളിക്കാം. മണി 11:20. 12 കഴിഞ്ഞ പഞ്ചമം. പഞ്ചമത്തിൽ എന്തെങ്കിലും സംഭവിച്ച 5 മരണം എന്നാ. അതെ അതെനിക്ക് പേടി. പേടിക്കണം. ഞാനെന്തിനാ പേടിക്കണേ? ഷുഗർ കൺട്രോൾ, പിന്നെ ഇത്തിരി കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ ബി പി അതിനെല്ലാം മരുന്ന് കഴിക്കുന്നത്. ചാവാൻ ഒരു പനി വന്നാ മതി. ഏയ് ശ്രീധര മാമക്ക് ഇപ്പൊ എത്രയായി വയസ്സ്? ആ എനിക്ക് വയസ്സ് എത്ര ആയിക്കോട്ടെ, ഞാൻ ചിലതൊക്കെ കണ്ടിട്ടേ പോവും എന്റെ ഗംഗാര. ഞാനും ചെല്ല്. മുത്തശ്ശി മുത്തശ്ശി ഞാൻ വിട്ടു. വെരി ഗുഡ്. ഹരി താങ്ക് യു നിന്നു ചേച്ചി. ഹോ എനിക്ക് ലൈഫ് കിട്ടി. നോക്കട്ടടി. അയ്യടാ, എന്നിട്ട് കെട്ടിയോ കുറഞ്ഞു കൊടുക്കാനല്ലേ? അത് വേണ്ടട്ടാ. അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. അത് കറക്റ്റ്. സുരേഷ് വിളിക്കണോ തന്നെ? ഇപ്പോഴോ? പിന്നെ വിളിക്കാൻ പതാ. അവൻ നാളെ പുറപ്പെടണോ വേണ്ടോ എന്ന് വരാൻ പതാ ശ്രീധര മാമ. വന്നാ വെറുതെ ആവുമെന്നാ ചോദിക്കണേ. വെറുതെ ആവുന്നോ? കഴിഞ്ഞ തവണ ലക്ഷ്മിക്ക് സൂക്കട് കൂടുതലാന്ന് അറിയിച്ച് വന്നിട്ട് ചത്തില്ലല്ലോ. വരവ് വേസ്റ്റായി. ഇത്തവണ മരിച്ചിട്ട് വന്നാ പോരേന്ന്. ശ്രീധരമാമ എന്തായി പറയണേ? അവൻ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം ഞാനീ പറയണേ. എന്ത് മര്യാദകളടി നിന്റെ ഭർത്താവ് പറയണേ? ആര് പറഞ്ഞു അവനോട് ഇങ്ങോട്ട് വരാൻ? അവൻ വരണ്ട. എന്റെ അമ്മ മരിച്ചാലും വരണ്ട. ഫോൺ കട്ട് ചെയ്ത ശ്രീധര മാമ? ഇല്ല, അപ്പൊ വിളിക്കും. കളിയുടെ രസം കളഞ്ഞു. നിങ്ങൾ കളിച്ചോ രസിച്ചോ, പക്ഷേ ഒരാൾ ഇന്നോ നാളെയോ പറഞ്ഞ് കിടക്കുന്നുണ്ട്. അവളോട് ഇത്തിരി മര്യാദ കാട്ടിയ നല്ലത്. ഹരി, നമ്മളിപ്പോ എന്താ മര്യാദയോട് കാണിച്ചേ? അമ്മയ്ക്ക് സുഖമില്ല, വയസ്സായി. ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ സദാസമയവും ഇത് തന്നെ ആലോചിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എന്തായാലും സുരേഷ് ഏട്ടൻ നാളെ ഇങ്ങോട്ട് പുറപ്പെട്. എയർപോർട്ടിലേക്ക് വണ്ടി അയക്കണോ? ശരി. ദേ എന്താ ഇത്തിരി അങ്ങോട്ട് നീ കിടന്നേ. അമ്മ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പണിക്കര് പറഞ്ഞത്? ഞാൻ ജോലിസയല്ല പറഞ്ഞത്, മെഡിക്കൽ സയൻസ്. പൾസ് കൂടി. നമ്മൾ വെറുതെ ലീവ് എടുത്തു വന്നത് നഷ്ടം. സാരില്ല, താൻ കിടന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഉള്ളതാ. ഇന്നും 2 സിസേറിയൻ ഉണ്ടായിരുന്നു. എത്ര കാശാ നഷ്ടം.